യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്ക് ആശ്വാസം, വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ. മാപ്പ് നൽകാമെന്ന് കുടുംബവുമായുള്ള ചർച്ചയിൽ ധാരണയായതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചു. മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ ധാരണയായി എന്നാണ് വിവരം. നിമിഷപ്രിയയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുമെന്ന് ചാണ്ടി ഉമ്മൻ MLA പ്രതികരിച്ചു. ഇങ്ങനൊരു വധശിക്ഷ റദ്ദാക്കി എന്ന അറിയിപ്പ് കിട്ടിയിരിക്കുന്നു. യമനിലെ സനയിൽ നടന്ന ചർച്ചയിൽ അങ്ങനെ ധാരണ വന്നിരിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷം. അവരുടെ കുടുംബവുമായിട്ടുള്ള ചർച്ചകൾ തുടരണം എന്നുള്ളതാണ് എനിക്കുള്ള അഭിപ്രായം. ഇക്കാര്യത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇത് കേട്ടപ്പോൾ. ഇതിന് എല്ലാവരെയും, പ്രത്യേകിച്ച് ആദരണീയനായ കാന്തപുരം ഉസ്താദിനെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വളരെ സജീവമായി ആത്മീയ അതുപോലെ തന്നെ ജുഡീഷ്യൽ മേഖലകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ആദരണീയ ഗവർണർ അദ്ദേഹത്തിന്റെ ഇടപെടലും ഇതുപോലെ തന്നെ എംബസി വഴി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, അദ്ദേഹം നടത്തിയ എല്ലാ ഇഫേർട്സിനെയും അഭിനന്ദിക്കുകയാണ്. എംബസി ആദരണീയനായ അംബാസിഡറെ ഞാനിന്ന് മീറ്റ് ചെയ്തിരുന്നു. ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ മലയാളിയായ ശ്രീ അബു മാത്തൻ, അവരെ രണ്ടുപേരെയും അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുക. അവർ നടത്തിയ എഫേർട്സ്, ശ്രീ സാമുവൽ ജെറോമും അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ കുടുംബം ഈ കാലം അത്രയും ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. അതേസമയം കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടരുകയാണെന്ന് സമസ്ത നേതാവ് ജവാദ് AP പ്രതികരിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ഇതുവരെയും ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. വിവരങ്ങളുമായി അഭിലാഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. അഭിലാഷ്, ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇല്ലെങ്കിലും വധശിക്ഷ റദ്ദാക്കിയ സമയത്ത്, വധശിക്ഷ മാറ്റിവെച്ച സമയത്ത് വിവരം വന്ന അതേ സോഴ്സ് വഴിയാണ് ഇപ്പോൾ ഇങ്ങനൊരു വിവരം വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ തലാലിന്റെ സഹോദരൻ ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇനി കൂടുതൽ വിവരങ്ങൾ വരേണ്ടത് എവിടെ നിന്നാണ്? ശ്രീജ, ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന ഒരു വാർത്തകളാണ് ഇപ്പോൾ യമനിൽ നിന്ന് വരുന്നത്. അതായത് ഇന്നലെ രാത്രിയോടെയാണ് ജവാദ് AP മുസ്തഫാവിയുടെ FB പോസ്റ്റ് വഴി നമുക്ക് ലഭിച്ചത്. അതായത് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇന്നലെ രാത്രി മുതൽ നമുക്ക് ലഭിക്കുന്നത്. അതേസമയം വധശിക്ഷ മാത്രമേ നിർത്തലാക്കിയിട്ടുള്ളൂ. കൂടുതൽ ഇനിയിപ്പോൾ അത് വധശിക്ഷ കഴിഞ്ഞിട്ട് ജീവപര്യന്തം തടവാണോ അല്ലെങ്കിൽ മോചനമാണോ എന്നുള്ള കാര്യത്തിൽ ഇനി ഇത് വ്യക്തത വരേണ്ടതുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കുകയാണ്. ഈ ചർച്ചകൾക്കായിട്ട് നിമിഷപ്രിയയുടെ ഭർത്താവും മകളും അടക്കം ഇപ്പോൾ യമനിലുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിന് പിന്നാലെ വന്നിരുന്നു. തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചകളും കുടുംബവുമായിട്ട് നടന്നിട്ടില്ല, വധശിക്ഷ നിർത്തലാക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടുകളും കുടുംബം സ്വീകരിച്ചിട്ടില്ല, ഈ വാർത്തകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് തനിക്കറിയില്ല എന്നുള്ളതാണ് അബ്ദുൾ മെഹദി ഇന്നലെ ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ജവാദ് മുസ്തഫാവി തന്നെ നമ്മളോട് ന്യൂസ് 8 പ്രതികരിച്ച പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിന്ന് തന്നെ പലരും ഈ മോചനം നടപ്പാവാതിരിക്കാനുള്ള രീതിയിൽ പല ശ്രമങ്ങളും നടത്തുന്നു. യമനിലെ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നു. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകരുത് എന്നുള്ള തരത്തിൽ അവർ അവിടെ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള നിർഭാഗ്യകരമായിട്ടുള്ള ചില കാര്യങ്ങളും ജവാദ് മുസ്തഫാവി ന്യൂസ് 8 പങ്കുവച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ വാർത്തയിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല, സ്ഥിരീകരണം വന്നതിന് ശേഷം മാത്രം പ്രതികരിക്കാമെന്നുള്ളത്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരം, കാരണം ശ്രീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വധശിക്ഷ നീട്ടിവെച്ചു, കഴിഞ്ഞ 14-ന് നടത്താനിരുന്ന വധശിക്ഷ നീട്ടിവെച്ചു എന്ന് പറയുന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടതും ഈ ജവാദ് മുസ്തഫാവിയാണ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് വീണ്ടും പറയുന്നത് ഈ വധശിക്ഷ ഒഴിവാക്കിയിരിക്കുന്നു, ഇനി മോചനത്തിനായുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ള ആശ്വാസകരമായ വാർത്ത പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഈ വാർത്തയിൽ ഒരു സ്ഥിരീകരണം നമുക്ക് പ്രതീക്ഷിക്കാം. അവിടുത്തെ പണ്ഡിതന്മാരും യമനിലെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരും അവിടെ യമനിലെ ഭരണാധികാരികളുമെല്ലാം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ കുടുംബവുമായിട്ട് നടക്കുമ്പോൾ ഒരു അനുനയ ശ്രമം അവിടെ ഉണ്ടാകുമെന്നും കുടുംബം അനുനയിക്കപ്പെടുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം തന്നെ ദയാധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇനിയിപ്പോൾ തീരുമാനങ്ങൾ ഒന്നും ആയിട്ടില്ല. ആ കാര്യത്തിലാണ് ഇനി തീരുമാനങ്ങൾ വരേണ്ടത്. ദയാധന
ദയാധനം സ്വീകരിക്കും, അത് എത്രയായിരിക്കും, ആ ധനം എങ്ങനെ കണ്ടെത്തും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ ചർച്ച മുന്നോട്ട് പോകും. ഈ സമയത്ത് നമുക്ക് ഏറ്റവും പ്രതികൂലമായിട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് തലാലിൻ്റെ കുടുംബം അനുനയ ശ്രമത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ നീട്ടിവച്ചിരിക്കുന്ന വധശിക്ഷ ഏത് സമയം വേണമെങ്കിലും അവർ നടപ്പാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. അതേസമയം ദയാധനത്തിന്റെ കാര്യത്തിൽ കൂടെ ഒരു തീരുമാനമുണ്ടായാൽ അഭിലാഷ്, ഈ ദയാധനം സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിമിഷപ്രിയയ്ക്ക് ജയിൽ മോചനം സാധ്യമായേക്കും. അതല്ലെങ്കിൽ ഈ ശിക്ഷയിൽ ഒരു ഇളവ് കൊടുത്തുകൊണ്ട് ജയിലിൽ തന്നെ തുടരുക, അങ്ങനെ രണ്ട് സാധ്യതകളല്ലേ ഇപ്പോൾ മുന്നിലുള്ളത്? അതെ, അതായത് ഇപ്പോൾ വധശിക്ഷ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. ഒന്നുകിൽ മോചനം അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻസ്. ഇതിൽ ഏതാണ് നടപ്പാവുക എന്നുള്ള കാര്യത്തിലാണ് ഇനിയിപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അതിൽ വളരെ പ്രത്യാശ നൽകുന്ന രീതിയിലാണ് ജവാദ്, AP മുസ്തഫാവി അടക്കമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത്. ചാണ്ടിയുമ്മൻ അടക്കം പറഞ്ഞു, അതായത് ഇനി മുതൽ മോചനത്തിനായിട്ടുള്ള ശ്രമമാണ്, വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം വിജയിച്ചിരിക്കുന്നു, ഇനി മുതൽ നടക്കേണ്ടത് മോചനത്തിനായിട്ടുള്ള ശ്രമങ്ങളാണ്. ആ ശ്രമങ്ങൾ അതിശക്തമായ രീതിയിൽ അവിടെ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ സേവ് നിമിഷപ്രിയ ഫോറം, നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അടക്കമുള്ള ആളുകൾ അവിടെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളിൽ തലാലിൻ്റെ കുടുംബത്തിലെ ഒരു വലിയ വിഭാഗം ആൾക്കാർ ദയാധനം സ്വീകരിച്ച് നിമിഷപ്രിയയെ മോചിപ്പിക്കണമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് അനുനയ ശ്രമത്തിലേക്ക് വിജയിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം ഒരു വിഭാഗം തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മേദി അടക്കമുള്ള ആൾക്കാരാണ് ഇതിനൊരു വിലങ്ങുതടിയായി ഇപ്പോഴും നിൽക്കുന്നത്. തൻ്റെ സഹോദരനെ ക്രൂരമായി കൊന്നു, അതിനുശേഷം ശരീരത്തെ കണ്ടിച്ചു കളഞ്ഞു. ഇത്തരത്തിലുള്ള വലിയ ക്രൂരമായ കൊലപാതകം ചെയ്തവർക്ക് ദൈവത്തിൻ്റെ കോടതിയിലുള്ള ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹദി പറയുന്നത്. ഇത്തരത്തിൽ കുടുംബത്തിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ മതപണ്ഡിതന്മാരെ ഉൾപ്പെടുത്തി അനുനയ ചർച്ചകൾ അവരെ ഉൾപ്പെടുത്തി അവരുടെ സഹായത്തോടു കൂടി കുടുംബത്തെ അനുനയിപ്പിച്ച് അവരെ കൊണ്ട് ദയാധനം സ്വീകരിപ്പിച്ച് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിലെ ശ്രമങ്ങൾ, അതായത് തൂക്കുകയറിൻ്റെ ചുവട്ടിൽ നിന്നാണ് നിമിഷപ്രിയയെ ഇപ്പോൾ തൂക്കുകയറിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകളുടെ പങ്ക് വളരെ വലുതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ശ്രമങ്ങൾ, നിമിഷപ്രിയയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ യമനിൽ നടക്കുകയാണ്. ശ്രീജ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടരുകയാണെന്ന് തന്നെയാണ് യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യൻ കൂടിയായ ജവാദ് മുസ്തഫാവി പ്രതികരിച്ചത്. ഇന്നലെ രാത്രി വാർത്ത വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ചർച്ചകൾ അവിടെ സജീവമായി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലതരത്തിലുള്ള ചർച്ചകൾ, കുടുംബവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമല്ല, ഭരണകൂടവുമായുള്ള ചർച്ചകളും അവിടെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഏത് തരത്തിലുള്ള ചർച്ചയായിരിക്കും നടക്കുക? മോചനത്തിനുള്ള ചർച്ചകൾ, അത് കുടുംബത്തെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇതില് അത്രയും ക്രൂരമായ ഒരു ക്രൈം നടന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ മകന്റെ, അവരുടെ സഹോദരന്റെ, അവരുടെ സുഹൃത്തിന്റെ ഈ ഒരു രക്തത്തിന്റെ വേദനയും അതുമായി ബന്ധപ്പെട്ട വൈകാരിക പ്രകടനങ്ങളും സ്വാഭാവികമായിട്ടും അവരിൽ നിന്നുണ്ടാകും.